നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ലിറ്റിൽ ഒലീവിൻ്റെ ബേബി ഹൈ ചെയർ ആണ്. 6 months പൂർത്തിയായി നമ്മൾ സോളിഡ് ഫുഡ് കൊടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ ബേബി ഹൈ ചെയർ എന്ന് പറയുന്നത്. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. 2117 rupees ഇതിലായിട്ടുള്ളത്, പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. പാക്കേജ് ഒന്നും അത്ര പോരാ. പാക്കിംഗ് ആണ് ഇതിൽ ഏറ്റവും മോശം ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. നമുക്കിതിനെ അൺബോക്സ് ചെയ്യാം. ബേബി ഹൈ ചെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 3-in-1 കൺവേർട്ടബിൾ ബേബി ചെയറാണ്. നമുക്കത് വീൽസ് വെച്ച് ഉപയോഗിക്കാം. അതിനാണ് നമുക്ക് ഈ വീൽസ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞു ചെയറായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു നോർമൽ ഹൈ ചെയറായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇരുത്തുന്ന ആ സീറ്റ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീലിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള ഒരു ചെയറിൻ്റെ വീലിൽ വയ്ക്കാനുള്ള സാധനമാണ്. ഇത് ബെൽറ്റ് ആണ്. കുട്ടികളെ ഇരുത്തുമ്പോൾ നല്ല സേഫ്റ്റി ഹാർനസ് ഉണ്ട്. 5 സേഫ്റ്റി ഹാർനസ് ആണ് ഇതിനുള്ളത്. അതായത് നമ്മുടെ 5 സൈഡിൽ നിന്നും ബെൽറ്റ് വരുന്ന രീതിയിലുള്ള 5 ഹാർനസ് ബെൽറ്റ് ആണ് ഇതിനുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സീറ്റിൻ്റെ മുകളിൽ ഇരിക്കേണ്ട കുഷനാണ്. ഇത് ട്രേ ആണ്. ഈ ട്രേ നമുക്ക് ഇവിടെ ഈ പച്ച സൈഡിൽ നമുക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ പറ്റും. ഈ ട്രേ റിമൂവ് ആക്കി നമുക്ക് ക്ലീൻ ചെയ്ത് പിന്നെ വീണ്ടും ഫിക്സ് ആക്കാൻ പറ്റും. ഇത് റിമൂവബിൾ ട്രേ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ബേബി സീറ്റാണ്. ഇതിലിരുത്തിയാണ് കുട്ടികൾക്ക് അന്ന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളത്. ഇത് നമ്മുടെ ടേബിളിൽ വയ്ക്കാനുള്ള വീലാണ്, ഹൈ ചെയറിൽ വയ്ക്കാനുള്ള വീലാണ്. പറഞ്ഞാൽ കുഷനാണ്. നമുക്ക് ഈ ഹൈ ചെയറിൽ നമുക്ക് വീഴ്ത്താനുള്ള കുഷനാണ്. അതാകുമ്പോൾ ഹൈ ചെയറിൽ നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇതിലോട്ടൊന്നും ആവില്ല. നമുക്ക് പിന്നെ കഴുകി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഹൈ ചെയർ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും നമുക്ക് ഈ കാറ്റലോഗിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നോക്കി നമുക്ക് ഫിക്സ് ചെയ്യാം. നമുക്കിവിടെ 4 വലിയ പൈപ്പും ചെറിയ 4 പൈപ്പുകളുണ്ട്. ഇത് നമുക്ക് ലോവർ പൈപ്പായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അതായത് വലിയ പൈപ്പ് നമുക്ക് ലോവറായിട്ടും ചെറിയ പൈപ്പ് നമുക്ക് അപ്പറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ഒരിതുണ്ട്. അതിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇവിടെ ഈ പൈപ്പ് നമുക്കിവിടെ ഒന്ന് ജോയിൻ ചെയ്യാം. നമുക്കിവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു പ്രസ് ഉണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ നമുക്ക് എല്ലാ പൈപ്പും നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. നാല് പൈപ്പ് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നമുക്ക് നമ്മുടെ മെയിൻ ബോഡിയിലോട്ട് ഫിക്സ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ പൈപ്പുകൾ നമ്മൾ നമ്മുടെ മെയിൻ ബോഡിയിലോട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ സെയിം തന്നെയാണ് ഇവിടെ പ്രസ് ചെയ്ത് ഇവിടെ വയ്ക്കും. അത് ഇതുപോലെ ഇവിടെ പ്രസ് ചെയ്ത്
ലോക്ക് വീണിട്ടുണ്ട്. ഈ വീതി കുറഞ്ഞ സൈഡ് നമുക്കിത് ബാക്ക് സൈഡ് ഇതുകൂടെ ഇങ്ങോട്ട് വരും. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന നോക്കണം നമ്മൾ താഴോട്ടാക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റ് നമ്മൾ നല്ലൊരു സ്ട്രോങ് ആയിട്ട് ഒരു ലോക്കായിട്ട് വീഴുന്നത്. അടുത്തായിട്ട് നമുക്ക് വീല് ഘടിപ്പിക്കാം. വീലെന്ന് പറഞ്ഞാൽ നമുക്ക് 2 വീല് നമുക്ക് ലോക്കബിൾ വീൽസാണ്. നമുക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ നമുക്ക് ലോക്കിംഗ് സംവിധാനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമ്മുടെ വീല് മൂവ് ആവില്ല. ഇത് മാറ്റുമ്പോഴേ വീല് മൂവ് ആവുന്നു. ഇത് കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇതിങ്ങനെ നമുക്ക് ലോക്കബിൾ വീൽസ് വെച്ചിട്ടുള്ളത്. ഈ ബോട്ടിലോട്ട് നമുക്കിനി ഈ വീല് അറ്റാച്ച് ചെയ്യാം. വീല് ജസ്റ്റ് ഈ സെൻറ്ററിലോട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കാനാണ്. ഇങ്ങനെ വേണം വീലിരിക്കാൻ. ഇത് കുട്ടികൾ ഈ ഹൈ ചെയറിൽ ഇരിക്കുമ്പോഴും നമുക്കിത് പ്രസ്സായി കുറച്ചുകൂടി ടൈറ്റ് ആവുകയുള്ളൂ. കുട്ടികൾ വീഴുകയൊന്നുമില്ല. അങ്ങനെ നമുക്ക് എല്ലാ ബോട്ടിലോട്ടും വീല് വയ്ക്കാം. ഇനി വീല് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ആ വീലിൻ്റെ ആ 2 വീല് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്ത് ഒരു പൊസിഷനിൽ വേറെ പൊസിഷനിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് റോൾ ചെയ്ത് നമുക്കിവിടെ കൊണ്ടുവരുത്താവുന്നതാണ്. അങ്ങോട്ട് പോകാം, ഏത് ഡയറക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾ കൊണ്ടുവരാം. ഇനി ഇതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ടോയ്സ് ഒക്കെ നമുക്ക് ഇട്ട് വയ്ക്കാനുള്ളൊരു ബാഗാണ്. നമുക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് കരയാണെങ്കിൽ നമുക്ക് അങ്ങ് പോയി ടോയ് എടുക്കുന്നതിനുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടോയ് ഇട്ട് നമുക്ക് ഈ ഹൈ ചെയറിൻ്റെ അടിയിൽ തന്നെ നമുക്കിത് വെക്കാം. അപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കിവിടെ 4 ഹോൾസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഹോൾസിലോട്ട് ഇതിൻ്റെ ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തോട് കയറ്റി എടുത്ത് ഇതിങ്ങനെ നോട്ട് ഇത്രയുള്ളൂ. സിമ്പിൾ. ഇതിൻ്റെ ടോയ്സ് ഇടാം. കുട്ടികൾ പെട്ടെന്ന് കരയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ടോയ്സ് ഇട്ട് നമുക്ക് എടുത്ത് കൊടുത്ത് അടുത്ത് നമുക്ക് ഹൈ ചെയർ കുഷൻ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇവിടെ മുകളിൽ 4 ഹോളും താഴെ 1 ഹോളുമായിട്ടാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ സീറ്റിൽ ഇവിടെ 4 ഹോളും ഇവിടെ 1 ഹോളും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വേണം നമുക്ക് കുഷൻ ഫിറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ബെൽറ്റിൻ്റെ എണ്ണമാണ് ഇവിടെ ഹോളായിട്ട് നമ്മൾ ഇട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു 5 ഹാർനസ് ബെൽറ്റാണ്. ഹാർനസ് ബെൽറ്റ് ഇത് നമ്മളിവിടെ ഫിക്സ് ചെയ്യണം. ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് ഡിറ്റാച്ച് ചെയ്യാം. ഡിറ്റാച്ച് ചെയ്യാൻ ഈ നടുക്കുള്ള സ്വിച്ച് നമുക്കിത് പ്രസ് ചെയ്യാം.
ലോക്ക് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞു. ഈ ഒരു ഭാഗം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇതിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലോക്ക് ഈ ഒരു ടൈറ്റ് നമുക്ക് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ലോക്കായിട്ട് അടുത്ത് ഈ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് അടുത്ത് ലോക്ക് ഇടാനുള്ളത്. സെയിം സ്റ്റെപ്പാണ്. ഈ ഒരു ഭാഗം ഈ ഒരു ഹോളിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സെയിം സ്റ്റെപ്പ് സ്ട്രൈറ്റ് ആയിട്ട് ഇടുക. ഇവിടെ ലോക്കായി. അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത ഈ ഒരു ബെൽറ്റിൽ നിന്ന് അടുത്ത ഈ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കൂടെ എടുത്തിടാം. ഇവിടെ ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെൽറ്റ് ഇത്രയും ടൈറ്റ് ആകുമ്പോഴാണ് ലോക്ക് കറക്റ്റായിട്ട് വരുന്നത്. സെയിം നമുക്ക് അടുത്ത ലോക്ക് കൂടി അപ്പോൾ എല്ലാ ദിവസവും കണക്ട് ആയിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ ലോക്ക് വീണിട്ടുണ്ട്. അടുത്തതായി ഇവിടുന്ന് ഇവിടെ ലോക്ക് വീണിട്ടുണ്ട്. ഇതിനകത്ത് കുട്ടി എത്തിയിട്ട് വേണം നമുക്കിത് ബെൽറ്റ് വയ്ക്കാൻ. കുട്ടികളുടെ ഹൈറ്റും വണ്ണവും അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലോട്ടും താഴോട്ടും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ചുകൂടി നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇത് കുറച്ചുകൂടി ലൂസ് ചെയ്ത് വെക്കാം. രണ്ട് സൈഡ് നമുക്ക് അതുകൊണ്ട് ഇത് ലോക്ക് ചെയ്തതിന് ശേഷം കുട്ടിയെത്തുമ്പോൾ അത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ട്രേ ഫിക്സ് ചെയ്യാം. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്കിവിടെ ട്രേ വയ്ക്കുമ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പൊസിഷനിൽ 4 പൊസിഷൻ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ 2 ഹോളുമാണ് ഉള്ളത്. നമുക്ക് കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് ട്രേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. സിമ്പിളാണ് വയ്ക്കാൻ. ട്രേ അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് ഹോളിലാണോ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് അപ്പുറത്തെ സൈഡും നമുക്ക് അത് തന്നെ ഇരിക്കാം. അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടൈപ്പോ പൊട്ടി പോകാനുള്ള ചാൻസ് ആണ്. ഇവിടെ ബെൽറ്റ് വീണിട്ടുണ്ട്. അതുപോലെ നമുക്ക് അപ്പുറത്തെ ബെൽറ്റ് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഒരുപാട് റിവ്യൂ ഒക്കെ നോക്കി ബുക്ക് ചെയ്ത ഒരു ഹൈ ചെയറാണ്. പാക്കിംഗ് മോശമായിട്ട് ഞാൻ ഒന്ന് വെച്ചു. എന്നാൽ ഹൈജീൻ നല്ല ഹൈജീനായിരുന്നു. നമുക്ക് ഇനി ഇതിലൊരു കുട്ടി ചെയ്തിട്ടുണ്ടോ നമ്മൾ നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ബേബി ഇൻസ്റ്റാൾ ചെയ്യും.